മാർക്കാക്കിയിട്ടൊന്നുമില്ല. ഇന്ന് ബദറിലെ പൊതു ഖബർസ്ഥാനാണ് ഈ ഖബർസ്ഥാൻ. ഇതിന്റെ ഉള്ളിൽ ബദർ യുദ്ധത്തിൽ ഷഹീദായ എത്ര ആളാണ് ബദർ യുദ്ധത്തിൽ ഷഹീദായത് അറിയാം? 313 ആൾ മരിച്ചിട്ടില്ല. എത്ര ആള് മരിച്ചത്? 14 ആൾ മാത്രം മരിച്ചത്. എത്ര ആള് ബദറിൽ ഷഹീദായത്? 14 ആൾ മാത്രം. ആ 14 ആളെ പേര് വലിയ മാർബിൾ ഫലകത്തിൽ അപ്പുറം സർക്കിളിൽ എഴുതി വെച്ചിട്ട് നമുക്കത് വായിക്കാൻ പറ്റും. അവരെ അടക്കം ചെയ്ത ഖബർസ്ഥാനാണ് ഈ ഖബർസ്ഥാൻ. ഇസ്ലാമിൽ ആദ്യത്തെ യുദ്ധമാണ് ബദർ. മക്കയിൽ യുദ്ധം ഉണ്ടായിട്ടില്ല. മക്കയിൽ നബിതങ്ങൾക്ക് കഷ്ടപ്പാടും പ്രയാസമുള്ള കുറെ ഉണ്ടായി. പക്ഷെ യുദ്ധം ചെയ്യാനുള്ള അനുവാദം ഉണ്ടായിട്ടില്ല. മക്ക വിട്ട് മദീന വന്ന് മദീനയിലും റസൂലിനെ സ്വസ്ഥമായി ജീവിക്കാൻ മക്കാർ സമ്മതിക്കുന്നില്ല. മദീന അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ വരികയാണ്. ആ വിവരമറിഞ്ഞ അള്ളാഹു റസൂലിനോട് പറഞ്ഞു വഴിയിൽ വെച്ച് അവരെ തടയണം. അങ്ങനെയാണ് ഇവിടുന്ന് തടയുകയും അവസാനം ഒരു യുദ്ധത്തിൽ അത് അവസാനിക്കുകയും ചെയ്തത്. നബി തങ്ങളോടൊപ്പം 313 ആള് ഒരു കച്ചവട സംഘത്തെ തടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. പക്ഷെ അത് യുദ്ധത്തിൽ അവസാനം എത്തിപ്പോയി. അവരുടെ കൂട്ടത്തിൽ 1000 ആള്. ഒരിക്കലും ജയിക്കാൻ സാധ്യത ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മുടെ റസൂല് റമദാൻ 17 അന്ന് രാത്രി ആകാശത്തേക്ക് കൈകൾ ഉയർത്തി ഒരു ദുആ നടത്തിയത് ചരിത്രത്തിൽ കാണുന്നുണ്ട്. റസൂല് ദുആ ചെയ്ത് നിസ്കരിച്ച സ്ഥലത്താണ് അപ്പുറത്ത് പള്ളിയുള്ളത്. ഇത് ഖബർസ്ഥാൻ മാത്രമാണ്. യുദ്ധം നടന്ന മൈതാനം വേറെയാണ്. ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ ഒരു പ്രഭാതം വരെ മാത്രമേ കാത്തു നിൽക്കേണ്ടിയിരുന്നുള്ളൂ. ആ രാവിലെ ആകാശത്ത് നിന്ന് 5000 മലക്കുകൾ വിശ്വാസികളെ സഹായിക്കാൻ വേണ്ടി ഇറങ്ങി. ജിബ്രീൽ അലൈഹിസ്സലാം പോലും കുതിരപ്പുറത്ത് യുദ്ധം ചെയ്യുന്നത് ഞാൻ കണ്ടു എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജിബ്രീൽ പലപ്പോഴും വന്നിട്ടുണ്ട്. പക്ഷേ ഒരു യുദ്ധത്തില് മുസ്ലിമീങ്ങളെ സഹായിക്കാമെന്നത് ബദറിൽ മാത്രമാണ്. അബൂജഹലിന്റെ തല പോയത് ബദറിലാണ്. മക്കയിൽ അറിയപ്പെട്ട 70 നേതാക്കന്മാർ മരിച്ചത് ബദറിലാണ്. അവരെ കുഴിച്ചുമൂടിയ കിണർ ആ യുദ്ധ മൈതാനത്ത് നടുവിൽ നമുക്ക് കാണാൻ കഴിയും. നിങ്ങൾ നോക്കൂ, നമുക്കിവിടെ ആദ്യത്തെ ബാധ്യത എന്ന് പറയും, നമുക്ക് ഇസ്ലാമിന് വേണ്ടി ഞാനും നിങ്ങളൊക്കെ ഇന്ന് മുസ്ലിം എന്നുള്ള അഡ്രസ്സിൽ ഇങ്ങോട്ടേക്ക് എത്താനുള്ള കാരണക്കാരറിയോ? ഈ 14 ആള് ജീവൻ കൊടുത്തതാണ്. അന്നെങ്ങാനും അവർ യുദ്ധം ചെയ്യാതെ പിന്മാറിപ്പോയിരുന്നെങ്കിൽ ലോകത്ത് ഇസ്ലാം ഇല്ല. ഇസ്ലാം അതോടെ അവസാനിക്കായിരുന്നു. ആ 14 ആളുകൾ നെഞ്ച് വിടർത്തി നബിതങ്ങൾക്ക് ധൈര്യം പകർന്ന് നബിയെ നിങ്ങൾ എന്ത് കൽപ്പിച്ചാലും ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ഈ 313 ആൾക്കാരിൽ നിന്നു അവരുടെ കൂട്ടത്തിൽ 14 ആളുകൾ ഷഹീദായി. ഇസ്ലാമിലെ ഏറ്റവും പോരിശയുള്ള ശുഹദാക്കളാണ് ബദരീങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്തറിയോ? ലൻ യദ്ഖുലൻ നാറ അഹദുൻ ഷഹീദ ബദറ. ബദറിൽ വന്ന ഒരാളും നരകത്ത് പോവില്ല. ബദറിൽ വന്ന ഒരാളും മരിച്ചാളും ബാക്കി ജീവിച്ചാളും ഒരാളും നരകത്തിൽ പോവില്ല. അവർക്ക് സ്വർഗ്ഗം ഉറപ്പുണ്ട്. മരിച്ച 14 ആളുകളെ കുറിച്ച് ആകാശത്തു നിന്ന് ഇറങ്ങി ആയത്ത് കണ്ടിട്ട് ബാക്കിയുള്ളവർക്ക് അത്ഭുതമായിപ്പോയി. സ്വർഗ്ഗത്തിലെ പാറിക്കളിക്കുന്ന കിളികളാണ് ബദരീങ്ങൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെക്കുറിച്ച് ഖുർആനിൽ ആയത്തിറക്കി. ജീവിച്ചിരിക്കുന്നവരോട് പറഞ്ഞെന്തറിയോ? നിങ്ങൾ എന്തെങ്കിലും തെറ്റ് എന്ന് ചെയ്താൽ പോലും അല്ലാഹു നിങ്ങളെ ശിക്ഷിക്കൂല, നിങ്ങൾ ബദർ യുദ്ധത്തിൽ പങ്കെടുത്തതുകൊണ്ട്. ഈ കാലത്ത് ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത പലരും പല തെറ്റും ചെയ്തു. പക്ഷേ അധികാരികൾ അവരെ ശിക്ഷിച്ചില്ല. കാരണം അല്ലാഹു പറഞ്ഞത് ബദറിൽ പങ്കെടുത്ത ആള് എന്ത് തെറ്റ് ചെയ്താലും ഞാൻ അവർക്ക് ശിക്ഷ കൊടുക്കില്ല, ഞാൻ മാപ്പ് കൊടുക്കും. കാരണം അവർ ബദറിൽ പങ്കെടുത്തവരാണ്. അത്ര വലിയൊരു യുദ്ധമാണ് ഇസ്ലാമിലെ ബദർ. ആ ബദർ ശുഹദാക്കൾ അടക്കം ചെയ്ത ഖബർസ്ഥാനിൽ ആദ്യം നമുക്ക് അവരോടൊരു സലാം പറയാം. പറഞ്ഞോളൂ, അസ്സലാമു അലൈക്കും യാ ശുഹദാഉ ബദർ യാ ശുഹദാഉ ബദർ വഇന്നാ ഇൻഷാഅല്ലാഹ് ലാഹിഖൂൻ നസ്അലുല്ലാഹ ലനാ വലക്കും ആഫിയ യഗ്ഫിറുല്ലാഹ് ലനാ വലക്കും. അല്ലാഹു സ്വർഗ്ഗത്തിൽ ഇവരുടെ അയൽവാസികളായി നമുക്കും ഇരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു എത്തിക്കുമാറാകട്ടെ. ഇവർ ലോകത്ത് ബാക്കി വെച്ച ഒരു ദീൻ, ആ ദീനനുസരിച്ച് ജീവിക്കാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രതിസന്ധിയിലും പ്രയാസത്തിന്റെയും ഒക്കെ സമയത്ത് ആകാശത്തേക്ക് കൈകളുയർത്തി അല്ലാഹ് എന്ന് വിളിക്കുന്ന ബദരീങ്ങൾ കാട്ടിത്തന്ന ഈമാനിനെ അല്ലാഹു നമുക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമുക്ക് ഇൻഷാ അല്ലാഹ് പേരൊന്ന് വായിക്കാൻ വേണ്ടി ആ സർക്കിളിലേക്ക് പോകാം. ശരി. وأنتم أذلة فاتقوا الله لعلكم تشكرون صدق الله العظيم. നിങ്ങൾ ബദറിൽ അല്ലാഹു തീർച്ചയായും നിങ്ങളെ സഹായിച്ചിട്ടുണ്ട്. അന്ന് നിങ്ങൾ ദുർബലരായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. അല്ലാഹു നിങ്ങൾക്ക് നന്ദി ചെയ്തേക്കാം എന്ന ഖുർആനിലെ ഒരു വചനമാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. പിന്നെ കാണുന്നത് അസ്മാഉ ശുഹദാഉ ഗസ്വത്ത് ബദർ. ബദർ യുദ്ധത്തിൽ ഷഹീദായവരുടെ പേര് തുടങ്ങുന്നത് ഉമൈർ ഇബ്നു അബി വഖാസ്,
അവിടുന്ന് അങ്ങനെ തുടങ്ങിയിട്ട് ഔഫ് ബിൻ ഹാരിസ് എത്ര ആളുണ്ട് ഇതിന്റെ ഇടയിൽ നോക്കി 1 2 3 4 5 6 7 8 9 10 11 12 13 14 ഇവരാണ് ബദർ ഷഹീദായ ആൾക്കാർ. ഇത്ര ആൾക്കാരാണ് ബദറിൽ ഷഹീദായി. യുദ്ധത്തിൽ പങ്കെടുത്തത് 313 പേർ. അതിൽ മരണപ്പെട്ടത് 14 പേർ. അതിൽ ആദ്യത്തെ പേര് ഉമൈർ ഇബ്നു അബി വഖാസ്. വെറും 16 വയസ്സുള്ള സഹാബിയാണ്. ഞാൻ നോക്കികള് സഅദ് ഇബ്നു അബി വഖാസ് എന്ന് പറയുന്ന സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ച 10 സഹാബികളുണ്ട്. അശറത്തുൽ മുബശ്ശിരീൻ. ആ സഅദിന്റെ സഹോദരനാണ് ഉമൈർ, ബ്രദർ, അനിയൻ. 16 വയസ്സ് യുദ്ധത്തിന് വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സഹാബിയെ തിരിച്ചയച്ചിരുന്നു. പ്രായം ചെറുത്, യുദ്ധത്തിൽ വരണ്ട. പക്ഷെ റസൂലിന്റെ കൈ പിടിച്ചിട്ട് എന്നെ തിരിച്ചയക്കരുത് നബിയെ എന്ന് പറഞ്ഞ് കരഞ്ഞപ്പോ റസൂൽ എന്ത് ചെയ്തു? കൂടെ കൂട്ടി. ബ്രദർ പിന്നെ സഅദ് ബിൻ അബി വഖാസും യുദ്ധത്തിനുണ്ട്. അദ്ദേഹം പറയുന്നത് എന്റെ അനിയന് യുദ്ധത്തിന്റെ കുപ്പായ ഇടാൻ അറിയുന്നില്ല, എന്റെ അനിയന് ശരിക്കും വാള് പിടിക്കാൻ അറിയുന്നില്ല. ഞാനാണ് പഠിപ്പിച്ചു കൊടുത്തത്. എന്ത് ആവേശം എന്നറിയോ? ദീനിന് വേണ്ടി പണിയെടുക്കാൻ അവർക്ക് ഭയങ്കര ആവേശമാണ്. 16 വയസ്സുള്ള നമ്മളെ പുരയിലുള്ള കുട്ടിക്ക് കാലി ഇത് മാത്രമേ അറിയുള്ളൂ. ഒരു സാധനം വാങ്ങി വെച്ചാൽ നേരെ വാങ്ങിയിട്ട് വരാൻ അറിയില്ല. പക്ഷെ ഇവിടെ 16കാരൻ ബദരീങ്ങളുടെ ലിസ്റ്റിൽ 1ാമത്തെ ആള്. 16ന്റെ പ്രായത്തിൽ പ്രായപൂർത്തി എത്തുന്നതേ ഉള്ളൂ. സുബ്ഹാനല്ലാഹ്, അത്ഭുതമാണ്. പിന്നെ അങ്ങനെ നമ്മൾ വായിച്ചു വന്നെങ്കിൽ നിങ്ങൾക്ക് വേറൊരു സാഹിബിനെ കാണുക, സഅദ് ഇബ്നു ഖൈസമ. എന്നെങ്കിൽ സഅദ് ഇബ്നു ഖൈസമ എന്ന് പറയുന്നത് മദീനക്കാരനായ സഹാബിയാണ്. ഇതിൽ മക്കക്കാരുണ്ട്, മദീനക്കാരുണ്ട്. കാരണം 200 ചില്ലാനം ആളുകൾ മദീനക്കാരായിരുന്നു നബീന്റെ ഒക്കെ ഉണ്ടായത്. 60 ചില്ലാനം മക്കക്കാരായിരുന്നു ഈ 313. അങ്ങനെ മിക്സ് ആയിട്ടുണ്ടായത്. ഈ സഅദ് ഇബ്നു ഖൈസമ മദീനക്കാരനായ സഹാബിയാണ്. ഇസ്ലാം സ്വീകരിച്ചിട്ട് വെറും 1.5 വർഷം മാത്രം പ്രായമായിരുന്നു. ബദറിലേക്ക് റസൂൽ വിളിച്ചപ്പോ വാപ്പയും വന്നു, മകനും വന്നു. റസൂൽ പറഞ്ഞു ഒന്നെങ്കിൽ വാപ്പ അല്ലെങ്കിൽ മകൻ, രണ്ടാളും വിട്ടുകൊടുക്കുന്നില്ല. റസൂൽ പറഞ്ഞു നറുക്കിടണം. നറുക്കിട്ടപ്പോ നറുക്ക് വന്നത് മകനാണ്. മകനോട് വാപ്പ പറഞ്ഞു ഞാൻ പോവാൻ മോനെ, ഈ ചാൻസ് എനിക്ക് തരണം. മകൻ വിട്ടുകൊടുത്തില്ല. അങ്ങനെ ഇസ്ലാമിന് വേണ്ടി ആവേശത്തോടുകൂടി വന്ന് ബദറിന്റെ പെരുമാറിയിൽ ഷഹാദത്ത് വരിച്ച സഹാബിയാണ് സഅദ് ഇബ്നു ഖൈസമ. നിങ്ങൾ അവസാനം നിങ്ങൾക്ക് മറ്റൊരു പേര് കൂടി കാണാം, ഉമൈർ ഇബ്നുൽ ഹമാം. ബദർ യുദ്ധം നടക്കുമ്പോൾ സ്വർഗത്തിന്റെ മണം എന്റെ മൂക്കിലേക്ക് അടിക്കുന്നു എന്ന് റസൂലിനോട് പറഞ്ഞ സഹാബിയാണ്. സ്വർഗത്തിന്റെ സുഗന്ധം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മൂക്കിലേക്ക് അടിച്ചു വീശുക. റസൂൽ അത് പറഞ്ഞപ്പോ ആ സഹാബിയോട് പറഞ്ഞു ഖൂമു ഇലാ ജന്ന, നടക്ക് സ്വർഗത്തിലേക്ക്. പിന്നെ നേരെ പോയി പടവട്ടി മരിക്കുകയായിരുന്നു. നമ്മുടെ നേതാക്കന്മാരാണ്. ഇവരാണ് നമ്മുടെ സ്വർഗത്തിലെ നേതാക്കന്മാർ. ഇവരെയാണ് നമ്മൾ സ്വർഗത്തിൽ കാത്തിരിക്കുന്നത്. നമുക്ക് അവരോടൊപ്പം ചേരാൻ കഴിയണം. ഇനി നമ്മൾ ആദ്യം വേണ്ടെന്നറിയോ, അവര് ഈ ബദറിന്റെ വിരിമാറിൽ ആകാശത്തേക്ക് പാതിരാത്രി കൈകൾ ഉയർത്തി ദുആ ഇരുന്നതുപോലെ ജീവിതത്തിലെ പ്രതിസന്ധിയിലും പ്രയാസത്തിലും അല്ലാഹ് എന്ന് വിളിക്കാനുള്ള കരുത്ത്, ഈമാനികമായ കരുത്ത് നമുക്ക് വേണം. എപ്പോഴും കൈകൾ മുകളിലേക്ക് ഉയരണം. കൈകൾ ഭൂമിക്കടിയിലേക്ക് അടക്കപ്പെട്ടവരിലേക്ക് ഉയരുന്ന അവസ്ഥ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ഭൂമിക്കടിയിലുള്ളവരിലേക്കല്ല, 7 ആകാശങ്ങളുടെ മുകളിൽ അർശിൽ ഉപവിഷ്ടനായ നാഥനിലേക്ക് കൈകൾ ഉയർത്തണം. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.